കേരളത്തിൽ ഇരുന്നു കൊണ്ട് നാഴികക്ക് 40 വട്ടം ലവ് ജിഹാദ് എന്ന് പറയുന്ന നാറികളെ ഇത് കാണുവിൻ. നീ വരുന്നില്ലേ? വരുന്നില്ലെങ്കിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ ഇവിടെ നിൽക്കുന്നോ? വരുന്നില്ല, ഞങ്ങളിവിടെ വരുന്നില്ല. പിന്നെ തീരുമാനം ഒരു മുസ്ലിം പെൺകുട്ടി മറ്റൊരു മതത്തിൽപ്പെട്ട ഒരുത്തിനെ സ്നേഹിച്ചുകൊണ്ട് അവന്റെ കൂടെ ഇറങ്ങി വന്ന് ആ കുട്ടിയോട് തിരിച്ചു വരുവാൻ വേണ്ടി ആ കുട്ടിയുടെ കാല് പിടിക്കുന്ന കെഞ്ചുന്ന ഒരു പിതാവിന്റെ രോദനമാണിത്. ഇതിനെതിരെ ഒരു മുസ്ലിമും രംഗത്ത് വരില്ല. ഈ കുട്ടിയുടെ പിതാവല്ലാതെ സ്നേഹിക്കുന്ന മനസ്സുകളിൽ മതത്തെ കാണുന്ന നാറികളെ ഇതിനെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും? ലവ് ജിഹാദ് എന്ന് പറയുമോ നിങ്ങൾ? മക്കളെ മര്യാദക്ക് വളർത്താൻ കഴിയാത്ത മാതാപിതാക്കളെ നിങ്ങൾ ഇതുപോലെ സ്വന്തം മകളുടെ മുന്നിൽ കെഞ്ചേണ്ട അവസ്ഥ വരും. കാരണം മകൾക്ക് ഒരു നിമിഷം മതി സ്വന്തം ജീവൻ നോക്കി പോകാൻ. പക്ഷേ ഒരു മാതാവിനും പിതാവിനും ഒരിക്കലും കഴിയില്ല സ്വന്തം മക്കളെ മാറോട് ചേർത്ത് പിടിച്ച് അവരുടെ വേദനയും സങ്കടം സ്വന്തം സങ്കടമായി കണക്കാക്കുന്ന ഒരു മാതാപിതാക്കൾക്കും അവരെ അങ്ങനെ വിടാൻ കഴിയില്ല. എന്താണ് കാരണം? അതാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. മക്കൾക്ക് ഒറ്റ നിമിഷം കൊണ്ട് മാതാപിതാക്കളെ വേദനിപ്പിക്കാൻ കഴിയും. പക്ഷെ മാതാപിതാക്കൾക്ക് ഒരിക്കലും മക്കളെ വേദനിപ്പിക്കാൻ കഴിയില്ല. അവര് വേദനിച്ചാൽ ആ വേദന സ്വന്തം വേദനയാണ്. അങ്ങനെ കരുതുന്നവരാണ് മാതാപിതാക്കൾ. സ്വന്തം മക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവസാനം അവരെ വഷളാക്കുന്നത് മാതാപിതാക്കളെ നിങ്ങൾ തന്നെയാണ്. അവരുടെ ആവശ്യങ്ങൾ ന്യായമാണെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിക്കൊടുക്കുക. ആ വാങ്ങിക്കൊടുക്കുന്ന സാധനങ്ങൾ അവരെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ജനിച്ചത് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ അവളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതുവരെ കണ്ണിൽ എണ്ണയൊഴിച്ച് ഓരോ മാതാപിതാക്കളും കാത്തിരിക്കേണ്ടതുണ്ട്. കാരണം അവർക്കറിയില്ല അവർക്ക് ഓരോ വയസ്സിൽ ഓരോ മാറ്റങ്ങൾ സംഭവിക്കും. അതിൽ തെറ്റായ വഴിയിലേക്ക് അവർ പോകുന്നുണ്ടോ എന്ന് ഓരോ പിതാവും മാതാവും സ്വന്തം മകളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് നിങ്ങൾ അനുയോജ്യമായ ഒരു ഭർത്താവിനെ തിരഞ്ഞെടുത്താൽ മാത്രമേ ആ ജീവിതം 100% വിജയമാകുകയുള്ളൂ. അല്ലാതെ അവർ തിരഞ്ഞെടുക്കുന്ന ഒരു ജീവിതവും ഇന്നേ വരെ 99% പോലും വിജയിച്ചിട്ടില്ല. അപ്പോൾ ലവ് ജിഹാദ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലവിന്റെ വേറൊരു മുഖമായിക്കോട്ടെ, ദയവ് ചെയ്ത് നിങ്ങൾ ആരും അതിൽ മതത്തെ കലർത്തരുത്. ഓരോ മാതാപിതാക്കളും കണ്ണിൽ എണ്ണയൊഴിച്ച് സ്വന്തം പെൺമക്കളെ സൂക്ഷിക്കണം. കുറുക്കന്റെ കണ്ണുമായി ഇതുപോലെ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ കണ്ണെത്താ ദൂരത്ത് മറിഞ്ഞിരിപ്പുണ്ടാവും. സ്വന്തം പെൺമക്കളെ നഷ്ടപ്പെട്ടാൽ ഒരു മാതാവിനും പിതാവിനും സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുക.